ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നിതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുകയാണ്. പുറത്തുനിന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, നമ്മുടെ ഓഫീസിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ജിംഖാനയിലാണ് വന്നിരിക്കുന്നത്. ഓഫീസിൻ്റെ തൊട്ടടുത്താണെങ്കിലും കൂടിയിട്ട് ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ പ്ലാനിൽ വേറൊരു സ്ഥലമായിരുന്നു, പക്ഷേ പോകാനും വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് പ്ലാൻ മാറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതായി കാണുന്നതാണ് ജിംഖാന എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഹോട്ടലുണ്ടെന്നുള്ളത് എൻ്റെ ന്യൂ അറിവാണ്. അപ്പം ഇപ്പം അടുത്ത് റെനോവേറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ. അപ്പോൾ ദാ നമ്മുടെ ജിംഖാനയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പം ബാക്കിയുള്ള സ്റ്റാഫിനെയും കൂടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാ ഇങ്ങനെയൊക്കെയാണ് പുറത്തുനിന്ന് കാണാൻ. ഇതാ പൊരി വെയിലും കൊണ്ട് ഇതാ സ്ത്രീകളെല്ലാം കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ലേഡീസ് ഓൺലിയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹർഷ മാമിൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. സോ നമ്മളെല്ലാവരും കൂടെ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറണം. അപ്പോൾ അത് ആ സൈഡിൽ തന്നെ ആയതുകൊണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയയും കാര്യമൊക്കെ ആണ്. Bye ladies. Bye. അപ്പോൾ നമ്മളിതാ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ. റൈറ്റ് സൈഡിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവർ ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഭയങ്കര പായലും പൂപ്പലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു പൂളുണ്ട്, വലിയവർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീൻ ചെയ്താൽ കുറച്ച് നന്നായിരിക്കും. പിന്നെ ഇവിടെ തന്നെ ഇന്നത്തെ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെറസ് ആണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഈ ഡൈനിങ് ഏരിയ. സംഭവം എന്തായാലും കൊള്ളാം. അപ്പം നമ്മൾ എവിടെ ഇരിക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു, ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു എവിടെ ഇരിക്കുക എന്നുള്ളത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ ഒത്തിരി പേരില്ലേ, അതുകൊണ്ട് ലാസ്റ്റിലുള്ള സീറ്റിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ടേബിൾ കുറച്ച് അത്യാവശ്യം വലിയ ടേബിളാണ്, നമുക്ക് എല്ലാവർക്കും ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. പിന്നെ നമ്മളിരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലും കൊണ്ട് വലിയൊരു സ്ക്രീനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ആവശ്യമില്ലാത്ത സാധനമായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് നമ്മൾ കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് അങ്ങനെ കൂടുതലും സ്ക്രീൻ പ്രിഫർ ചെയ്യില്ലല്ലോ. അങ്ങനെ ഒത്തിരി നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മളിത് ഓർഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് വെജാണ്, ഞാനും ബ്ലസ്സി മാത്രം നോൺ വെജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ നമ്മുടെ ഐറ്റംസ് ഓരോന്നായിട്ട് വന്നു. ഇത് നമ്മുടെ മഷ്റൂമാണ്. മഷ്റൂമിൻ്റെ എന്ത് വെറൈറ്റിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേര് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല. എന്തായാലും സംഭവം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിതാ സാലഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ സാലഡ്, ക്യാരറ്റും കുറച്ച് ക്യുക്കുംബറും പിന്നെ 2-3 സ്ലൈസ് ഒനിയനും അതേപോലെ തന്നെ ചെറിയൊരു ചെറുനാരങ്ങ പീസും. ഇതാണത്ര സാലഡ്. പിന്നെ നമുക്ക് പനീർ ഉണ്ടായിരുന്നു. പനീർ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത്. പനീർ ഞാൻ ട്രൈ ചെയ്തില്ല. ഇത് ബേബി കോൺ മഞ്ചൂരിയൻ പോലത്തെ ഒരു സംഭവം, ഇത് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രണ്ടുപേരും ഇതാ ചിക്കനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെപ്പർ ചിക്കൻ. ഇതും അത്യാവശ്യം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബേബി കോൺ ആയിരുന്നു സൂപ്പർ. പിന്നെ നമ്മൾ റൊട്ടിയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ വെജ് കോലാപ്പൂരിയും വെജ് കടായി ഉണ്ടായിരുന്നു. കോലാപ്പൂരി വാസ് ഗുഡ്. പിന്നെ തന്തൂരി റൊട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ടർ റൊട്ടി, അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജ് കോലാപ്പൂരിയാണ് കുറച്ചും കൂടെ ടേസ്റ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ. അങ്ങനെ എന്തായാലും ഫുഡ് വന്ന സ്ഥിതിക്ക് നമ്മളെല്ലാവരും കൂടെ ഭയങ്കര കഴിക്കുന്ന തിരക്കിലായിപ്പോയി. പിന്നെ അതാ നമ്മുടെ ബട്ടർ നാണും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മളിനി പെട്ടെന്ന് പോയിട്ട് കഴിച്ച് തീർക്കട്ടെ കേട്ടോ. ഈ സൗമ്യയുടെ മുഖത്തെന്താ ഒരു തെളിച്ചില്ലാത്തയാവോ, ഇനി ഭക്ഷണം പിടിച്ചില്ലേ? എന്തായാലും നമ്മളെല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. പിന്നീട് നമ്മൾ ഓർഡർ ചെയ്ത പനീർ ഫ്രൈഡ് റൈസ് വന്നു. ഇതൊരു അധിക ചിലവായി പോയി എന്ന് എനിക്ക് തോന്നി, കാരണം ആരും കഴിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐസ്ക്രീമോട് കൂടെ നമ്മളിത് ആ ഫുഡൊക്കെ നിർത്തി കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, കഴിച്ച് വയറും ഫുള്ളായി, തിരിച്ച് ജോലിക്ക് കയറണേ.